കെ.എസ്.ആർ.ടി.സിയിൽ ചരിത്രത്തിലാദ്യമായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 8 വർഷമായി ഇല്ലായ്മ ചെയ്ത ഒന്നാം തീയതി ശമ്പളം എന്നുള്ളൊരു കടമ്പ വളരെയധികം നാളുകളിൽ മന്ത്രിയുടെ പറച്ചിലുകൾ, ആ മന്ത്രിയെ തന്നെ ഈ നമ്മൾ തന്നെ പറയുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ഏതായാലും ഒടുക്കം ഒന്നാം തീയതി ഏപ്രിൽ 1-ാം തീയതി KSRTC ജീവനക്കാരുടെ അക്കൗണ്ടിൽ വൈകുന്നേരത്തോടു കൂടി കാശ് കയറി, ശമ്പളം കയറി. അപ്പോൾ ഈ ശമ്പളം കയറിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുകയുണ്ടായി. കാരണം കഴിഞ്ഞ മാസം 15-ാം തീയതി മുതൽ ഇങ്ങോട്ട് KSRTC ജീവനക്കാരുടെ കളക്ഷൻ പാറ്റ IB, അതുപോലെ തന്നെ KSRTC ജീവനക്കാർ സറണ്ടർ ചെയ്യുന്ന തുക, നമ്മൾ സറണ്ടർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി, ഇന്നൊരു ഡ്യൂട്ടി എൻ്റെ അറ്റൻഡൻസിനായി മാറ്റിയിടാതെ ആ ഡ്യൂട്ടിയുടെ ശമ്പളം ഞാൻ സറണ്ടർ ചെയ്ത് വാങ്ങിക്കുക എന്ന് പറയും. അപ്പോൾ ഏകദേശം ഒരു ഡ്യൂട്ടി, 2 ഡ്യൂട്ടി, ഒരു ഡബിൾ ഡ്യൂട്ടി ആണെങ്കിൽ ആ ഡബിൾ ഡ്യൂട്ടി സറണ്ടർ ചെയ്യുമ്പോൾ 1900 രൂപയോളം ലഭിക്കും സ്ഥിരം ജീവനക്കാർക്ക്. അപ്പോൾ ആ സറണ്ടറിങ് ഒഴിവാക്കിയിരിക്കുകയാണ്. സറണ്ടറിങ് ഒഴിവാക്കിയല്ല, ഈ സറണ്ടർ ചെയ്തതിൻ്റെ പൈസ പിറ്റേ ദിവസം രാവിലെ 24 മണിക്കൂറിന് ശേഷം, മാക്സിമം പോയാൽ ചിലപ്പോൾ അവധിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 ദിവസം 2 ദിവസത്തിനുള്ളിൽ ഈ പൈസ കയറിക്കൊണ്ടിരുന്നു. ഇപ്പം IB കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ കളക്ഷൻ പാറ്റ ഇനത്തിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 35-40 രൂപയൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. പിന്നെ ലോങ് സർവീസ് ഓടുന്ന വണ്ടികളിൽ നൈറ്റ് പാറ്റ ഉൾപ്പെടെയുള്ള പൈസ ഒരു 10-100 രൂപയ്ക്ക് താഴെയുള്ള പൈസയാണ് ലഭിക്കുന്നത്. ഈ തുകയാണ് ചായ കുടിക്കാനും അത്യാവശ്യം ചിലത് പെട്രോൾ അടിക്കാൻ ഈ തിരുവനന്തപുരം പോലുള്ള, അതായത് കൂടുതലും KSRTCയിലെ ജീവനക്കാർ വടക്കൻ മേഖല, ഈ തെക്കൻ മേഖലകളിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് ഡ്രൈവർ വിഭാഗം ജീവനക്കാർ വളരെ അകലങ്ങളിലാണ്. ഇപ്പം കണ്ടക്ടർ വിഭാഗം ജീവനക്കാരും അത്തരത്തിൽ തന്നെ വളരെ അകലങ്ങളിലുള്ള ഡിപ്പോകളിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ദൈനംദിന ചെലവുകൾക്കായി പോക്കുവരത്ത്, ട്രെയിന് കൊടുക്കാനുള്ള തുകയൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ IB തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ IBയും സറണ്ടർ തുകയും നല്ലൊരു തുക ഇത് തടഞ്ഞു, 10-15 ദിവസമായിട്ട് ഈ പൈസ തടഞ്ഞു വെച്ചിട്ട് ഈ ഇവിടുത്തെ ബദലി വിഭാഗം ജീവനക്കാരുടെ പൈസ ഒരു മാസത്തേത് തടഞ്ഞു വെച്ച് ഇത്തരത്തിലെല്ലാമാണ് ഈ ശമ്പളം നൽകിയിട്ടുള്ളത് എന്നാണ് വാസ്തവം. അതായത് മാധ്യമങ്ങളുടെ മുൻപിൽ തള്ളുന്ന തള്ളലുകളല്ല, മറിച്ച് ഇവിടെ തന്നെ ജീവനക്കാർക്ക് ദൈനംദിനമായി കൊടുക്കേണ്ട കളക്ഷൻ പാറ്റ ഇനത്തിലുള്ള തുകയും അവർ തന്നെ ഡ്യൂട്ടി സറണ്ടർ ചെയ്യുന്ന തുകയും എല്ലാം തടഞ്ഞു വെച്ചിട്ടാണ് ഈ 1-ാം തീയതി ശമ്പളം നൽകി എന്നുള്ള കൊട്ടിഘോഷിക്കലുകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്, ഞാൻ റഫറണ്ടം വരുന്നു, ആ കാര്യം കൂടി ഞാൻ പറയാം. ഏതായാലും ഇത് വളരെ പ്രതിഷേധാർഹമായ ഒരു സംഗതിയാണ്. അത് ഇപ്പം നൈറ്റ് അലവൻസ് ഉൾപ്പെടെയുള്ള അലവൻസുകൾ ഇവിടെ 10 വർഷമായിട്ട് നൈറ്റ് അലവൻസ് ഇവിടുത്തെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരന് നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ഇങ്ങനെ ഈ അലവൻസുകൾ ഇല്ലായ്മ ചെയ്യുക, ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്യുക, എന്തൊരു ധൈര്യമാണെന്ന് കൂട്ടണം. അതായത് റഫറണ്ടം ഈ മാസം 30-ാം തീയതി റഫറണ്ടം നടക്കുന്നു. ആ റഫറണ്ടത്തിൽ ജീവനക്കാരുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? കണ്ടോ, ഞങ്ങൾ 1-ാം തീയതി ശമ്പളം കൊടുത്തു, ഇനിയെല്ലാം ശരിയായ ട്രാക്കിലായി എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ വീണ്ടും ഭരണകക്ഷി യൂണിയൻ അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 1-ാം തീയതി ശമ്പളം തന്നതെന്ന് പോലും ഞങ്ങൾ സംശയിക്കുക. കാരണം 30-ാം തീയതി ഇലക്ഷൻ നടത്തണമെന്ന് ഈ ലേബർ കമ്മീഷണർ വാശി പിടിക്കുക. അവിടെ വേറൊരു ചോദ്യം പറച്ചിലും ഏകപക്ഷീയമായ തീരുമാനമാണ്. അവിടെ ഈ അടുത്ത മാസം 1-ാം തീയതി കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കുന്ന അവസ്ഥ വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് തന്നെ റഫറണ്ടം നടന്നത്. അപ്പോൾ ഈ കളക്ഷൻ പാറ്റ ഉള്ള IB ഉള്ള തരത്തിലുള്ള തുക, അവർ തന്നെ ഡ്യൂട്ടി സറണ്ടർ ചെയ്തിട്ടുള്ള തുക, ഒരാൾ എന്നോട് പറഞ്ഞ അയാൾക്ക് ഏതൊരു 10 ഡ്യൂട്ടി സറണ്ടർ ചെയ്ത തുക ലഭിക്കാറുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ഡ്രൈവറെ കൊണ്ട് സറണ്ടർ ചെയ്യിക്കുന്നില്ല, അവിടെ കാറ്റഗറീസാണ്, ഡ്രൈവർക്ക് സറണ്ടർ ചെയ്യത്തില്ല. മറിച്ച് ചില ഡ്രൈവർ വിഭാഗം ജീവനക്കാർ DC ആയിട്ട് പോകുമ്പോൾ കണ്ടക്ടറുടെ ഡ്യൂട്ടി ആയിട്ട് ചെയ്തിട്ട് അത് സറണ്ടർ ചെയ്യും. കാറ്റഗറീസത്തിന് വേറൊരു മുഖമുദ്രയാണ്, അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഏതായാലും ഈ 1-ാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ ജീവനക്കാർക്ക് നഷ്ടമായിട്ടുള്ളത് അവരുടെ കളക്ഷൻ പാറ്റ ഇനത്തിൽ ലഭിക്കേണ്ട തുകയും ഡ്യൂട്ടി സറണ്ടർ ചെയ്തിട്ടുള്ള തുകയുമാണ്. മാനേജ്മെന്റ് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ആ തുക നൽകുവാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത്. നന്ദി. Thank you.